പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെ യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ മന്ത്രി എം.ബി. രാജേഷിന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. മാർച്ചിന് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യകുംഭകോണത്തിലൊന്നാണ് ബ്രൂവറിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒയാസിസ് കമ്പനി CPIMന്റെ ചീഫ് പാർട്ണറായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ നന്ദിയാണ് ബ്രൂവറി കരാറെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട്ടെ ഒയാസിസിന്റെ കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനിക്ക് പ്രവർത്തിക്കുവാൻ പാലക്കാടിന്റെ മണ്ണിൽ ഒരു കാരണവശാലും അനുവാദം കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല. ഒരു കാരണവശാലും ആ കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. MB രാജേഷ് വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. ഈ അഴിമതിക്ക് എതിരായി പ്രോസിക്യൂഷന് വിധേയനായി അദ്ദേഹം മാറി നിൽക്കുന്നില്ലാത്ത പക്ഷം അതിശക്തമായ സമര പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. പ്രതിഷേധക്കാർ MB രാജേഷിന്റെ കോലം കത്തിച്ചു. കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കിയ കരാറിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും മന്ത്രി MB രാജേഷ് മാറി നിന്ന് പ്രോസിക്യൂഷനെ നേരിടണമെന്നും പ്രവർത്തകർ പറഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മദ്യനയത്തിൽ കേരളത്തിന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി